എൻ്റെ പേര് ലൂയിസ്. ഞാൻ ബേസിക്കലി ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി ലൊക്കാലിറ്റി തന്നെയാണ്. ആക്ച്വലി ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു 3 months ആയിട്ട് ഞാൻ റിസൈൻ ചെയ്തു. സ്വന്തമായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പും ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നൊരു ഷോപ്പ്, ആക്സറീസ് എല്ലാം ഉള്ളൊരു ഷോപ്പ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ബേസിക്കലി പറയാൻ എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ മാരീഡാണ്, 2 കുട്ടികളുണ്ട്. പിന്നെന്താ, അഡ്വഞ്ചറാണ് നമ്മളുടെ മെയിനായിട്ടുള്ള പ്രാന്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ബൈക്കിലേക്ക് നമ്മൾ എത്തിയത്. ഫസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് RX 135 ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കുറച്ച് ഓടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അഡ്വഞ്ചർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഒരു ഹിമാലയനിലേക്ക് പോയി. അത് കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടി ചെറുപ്പം മുടങ്ങിയ നമ്മളൊരു ഡ്രീമാണല്ലോ, ഒരു സൂപ്പർ ബൈക്ക് എടുക്കണം എന്നുള്ള ഒരു ഡ്രീം. അപ്പോൾ ആ ഡ്രീമിൻ്റെ പുറത്ത് ഇങ്ങനെ നോക്കിയിടുന്ന സമയത്ത് ഡുക്കാറ്റിയുടെ ഒരു മോൺസ്റ്ററാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നൊരു വണ്ടി. കൂടുതൽ നമുക്കറിയില്ല. ഹാർലി ഡേവിഡ്സനും മോൺസ്റ്ററുമാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നൊരു ബൈക്ക്സ്. മോൺസ്റ്റർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും അത് റോഡ് ബൈക്കിലേക്കൊരു ഫീൽ ചെയ്തു. ശരിക്കും പിന്നെ എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അഡ്വഞ്ചർ അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ ഒരു സ്പോർട്സ് ബൈക്കിനായിട്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ ബൈക്ക് അന്വേഷിച്ച് നടന്നിട്ട് ട്രയംഫിൽ വന്ന് ഒരു അഡ്വഞ്ചർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് എഴുതിയപ്പോഴേക്കും അവിടെ വെച്ചാണ് ഫെമിൻ ബ്രോനെ പരിചയപ്പെട്ടത്. ഫെമിൻ ബ്രോ വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു അപ്ഗ്രഡേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നീ വേണമെങ്കിൽ ടൈഗർ നീ ഓടിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നാണ് പുള്ളി പറഞ്ഞത്. അത് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഫണ്ടൊക്കെ നമുക്ക് പ്രശ്നമാണ്, കുഴപ്പമില്ല, നീയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ടൈഗർ എടുത്തു. ഒരു 3 years ബാക്ക് ടൈഗർ എടുത്തു ഫെമിൻ്റെ നിന്ന്. അതൊരു 1.5 years ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു അടുത്തൊരു അപ്ഡേഷൻ ടൈഗറിൽ തന്നെ പുതിയത് 900 റാലി പ്രോയിലേക്ക് പോകും, അങ്ങനെ ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ എല്ലാ വണ്ടിയും GS നോക്ക് എന്നെല്ലാവരും പറഞ്ഞു. ഞാനപ്പോൾ ഓർത്ത് യൂട്യൂബിലൊക്കെ കുറേ കാണാറുണ്ടല്ലോ ആഫ്രിക്കട്ടിന്. നമ്മുടെ മൈൻഡ് ആഫ്രിക്കട്ടിനിലേക്ക് വന്നു. ജസ്റ്റ് ആഫ്രിക്കട്ടിന് 2-3 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. പിന്നെ പുതിയത് നോക്കിയപ്പോഴേക്കും ഒരു 21 lakhs ഓൺ ദ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത്രയും ബഡ്ജറ്റിലേക്ക് പോകണ്ട, യൂസ്ഡ് നോക്കാമെന്ന് കരുതിയപ്പോഴേക്കും ഇങ്ങനെ നോക്കി 2-3 നോക്കി, നമ്മളെ കേരളത്തിൽ നോക്കി. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ലൊരു ഓഫർ കോയമ്പത്തൂരിൽ നിന്നൊരു ഇങ്ങനെ ഒരെണ്ണം കിട്ടി. അപ്പോൾ അതും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഫെമിൻ ബ്രോയും 2 ഫ്രണ്ട്സുമാണ് ഉണ്ടായിരുന്നത്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഇവരെല്ലാവരെയും പൊക്കിയെടുത്തുകൊണ്ട് പോയി. രാത്രി തന്നെ MLAയുടെ ലെറ്ററും മേടിച്ചുകൊണ്ട് പോയി. ഈ വണ്ടി അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി പോയി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇതിനകത്ത് ഹാപ്പിയാണ്. ടൈഗർ ഓൾമോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ടൈഗറുമായിട്ട് നോക്കുമ്പോഴേക്കും ഓഫ് റോഡ് എനിക്ക് എൻ്റെ ഓൺ ഒപ്പീനിയനാണ്, ഓഫ് റോഡ് ചെയ്യാൻ ടൈഗറിനേക്കാളും കുറച്ചും കൂടി നിമ്പിളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തേക്കണം. റോഡ് ബേസ് ടൈഗറാണ് എനിക്ക് ഇത്തിരി കൂടി ഫീൽ തോന്നിയത്. പക്ഷെ ഓഫ് റോഡ് എന്ന് വെച്ചാൽ എൻ്റെ 2016-17 മോഡലായിരുന്നു ടൈഗർ. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്റ്റോളിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ സ്റ്റോളായി കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ വീഴാനുള്ള ചാൻസസ് ഒക്കെ കുറച്ചുണ്ട്. അത്യാവശ്യം വീണിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റോളാനുള്ള ചാൻസ് ഭയങ്കര കുറവ്, സ്റ്റോളാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് ഇത് പ്രിഫർ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഫെമിൻ ബ്രോൻ്റെ കൂടെയൊക്കെ എല്ലായിടത്തും പോകാറൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ പോകുന്നു. പിന്നെ 1 year ആയിട്ട് ഇപ്പോൾ എടുത്തിട്ട് ഈ ആഫ്രിക്കട്ടിൻ്റെ എടുത്തിട്ട് ഇപ്പോൾ 1 year ആയി. അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ഫെമിൻ ബ്രോൻ്റെയൊക്കെ കൂടെ തന്നെ ഞങ്ങളൊരു 10 പേര് കൂടെ നോർത്ത് ഈസ്റ്റ് തവാങ് കവർ ചെയ്തായിരുന്നു. ഒരു 23 days എടുത്ത്. അത് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ SBIKയുടെ കൂടെ ഷോർട്ട് ടൈം റൈഡൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ കൊടൈക്കനാൽ റീസെൻറ്റ് പോയിട്ട് വന്നതാണ്. ഈ നവംബറിലാണ് തവാങ് റൈഡ് ഞങ്ങൾ SBIKയിൽ നിന്ന് ഫിക്സ് ചെയ്തു. ഫെമിനാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ബൈക്സോളം ഉണ്ടായിരുന്നു തവാങ് ട്രിപ്പിന്. അതിൽ അഡ്വഞ്ചർ എന്ന് പറയാൻ വേണ്ടി ടൈഗർ ഉണ്ടായിരുന്നു, ആഫ്രിക്കട്ടിന് ഉണ്ടായിരുന്നു, പിന്നെ ആഫ്രിക്കട്ടിന് 2 ഉണ്ടായിരുന്നു, ടൈഗർ 900 റാലി ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ 800 ഉണ്ടായിരുന്നു, പിന്നെ യമഹയുടെ MT-09 ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു ഡുക്കാറ്റി പനഗയിൽ ഉണ്ടായിരുന്നു.
ഒരു ആലപ്പുഴ റോസി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒരു ഡ്രീമാണ് പനകയിലോട്ട് തന്നെ തവാങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഭൂട്ടാൻ ബോർഡറിൽ വെച്ചിട്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു ഒരു ഓയിൽ ലീക്ക് എന്തോ വന്നിട്ട് പുള്ളി അവിടെ നിന്ന് കയറ്റി അയക്കേണ്ടി വന്നു. എന്നാലും ഭൂട്ടാൻ ബോർഡർ വരെ പുള്ളി എത്തി. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ തിരിച്ചു വന്ന സമയത്ത് നമ്മളുടെ വണ്ടിയിലേയും കുറച്ച് ഓയിൽ സീലിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നം വന്നായിരുന്നു. ഓൾമോസ്റ്റ് നല്ല റൈഡായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 20-23 ദിവസം പിടിച്ചു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി. പിന്നെ ഓൾമോസ്റ്റ് ഒരു 14 സ്റ്റേറ്റ്സും കവർ ചെയ്ത്. ചൈന ബോർഡർ പോയി, ബംഗ്ലാദേശ് ബോർഡർ, ഭൂട്ടാൻ ബോർഡർ, നേപ്പാൾ ബോർഡർ. എല്ലാവരുടെയും ബോർഡറേ പോകാൻ പറ്റുള്ളൂ, എൻട്രി ചെയ്യാൻ പറ്റിയില്ല. കൊറോണയുടെ പീക്ക് സെക്ഷനിലായിരുന്നു ഞങ്ങൾ പോയത്. അത് കാരണം കൊണ്ട് ആർക്കും അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റിയില്ല. എല്ലാം ബോർഡറിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ബംഗ്ലാദേശ് ബോർഡർ വരെ പോയി. അത് പ്രതീക്ഷിക്കാതെ പോയതാട്ടോ. പിന്നെ പോയ കൂട്ടത്തിൽ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേഘാലയ കവർ ചെയ്തായിരുന്നു. അവിടെ ഒരു ക്ലീൻ വാട്ടർ ഒരു റിവറുണ്ട്. നല്ല ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയാണ്, ക്ലിയർ വാട്ടറാണ്. പിന്നെ എന്താ പറയുക, ഫുഡുകളും കാര്യങ്ങളും ഏത് സ്ഥലത്ത് നിന്നാലും അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞവരെ എവിടെ എത്തുന്നു അവിടെ സ്റ്റേ. ഓൾമോസ്റ്റ് ദാബാസിലൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടെന്ന് വെച്ചത്. ഓൾമോസ്റ്റ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഇനിയും അടുത്ത ഒരു ഇതും കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മിക്കവാറും സ്പിറ്റി ആയിരിക്കും. സ്പിറ്റി കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിരിക്കണം. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ആഫ്രിക്ക ടിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. ടൈഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനങ്ങനെ കൂടുതൽ കമ്പയറിങ്ങിന് ഞാൻ നിൽക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം. ഇത് 2019 മോഡൽ DCT ആഫ്രിക്ക ടിൻ വേർഷനാണ്. ഇപ്പോൾ നമ്മൾക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ മണിക്കിലുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് നമുക്കിത് വരുന്നത് ഔട്ട് ബാക്കിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ് വരുന്നത്. ഔട്ട് ബാക്കിൻ്റെ തന്നെ സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. ഔട്ട് ബാക്കിൻ്റെ തന്നെ എൻജിൻ ഗാർഡ്സ് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ഊരി വെച്ചാണ്. വിൻസ്ക്രീൻ ഇതിൻ്റെ ഹൈറ്റുള്ള വിൻസ്ക്രീൻ ആയിരുന്നു, V-സ്ട്രീമിൻ്റെ ആയിരുന്നു. പിന്നെ അതുപോലെ ഹാൻഡിൽ ബാർ റൈസർ, ഔട്ട് ബാക്കിൻ്റെ തന്നെ ലഗേജ് സ്കിഡ് പ്ലേറ്റ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു അഡ്വഞ്ചർ ടയറിലേക്കൊന്ന് ചേഞ്ച് ആകണം. ഇനി അടുത്തൊരു അപ്ഡേഷൻ അതാണ്, അഡ്വഞ്ചർ ടയറിലേക്ക്. ഓൾമോസ്റ്റ് അഡ്വഞ്ചർ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അത് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഈ വണ്ടി കിട്ടിയത് 2200 കിലോമീറ്ററിലാണ്. ഇപ്പോൾ ഒരു 14,000 കിലോമീറ്റർ ആയി. 1 ഇയർ, നെക്സ്റ്റ് മന്ത് 1 ഇയർ ആകുന്നുള്ളൂ. പിന്നെ ഹെൽമെറ്റൊക്കെ ഇടയ്ക്ക് വെച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. MTയുടെ ഹെൽമെറ്റിൽ നിന്ന് എയറോയിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ വെയിറ്റ് നമ്മൾ തവാങ് ട്രിപ്പിന് പ്രിപ്പയർ ചെയ്തപ്പോൾ വെയിറ്റൊക്കെ ഭയങ്കര പ്രശ്നം വരുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തന്നെ പറഞ്ഞൊരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കാർബൺ എടുത്തോ, അങ്ങനെ അതും കൂടി അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ ആഫ്രിക്ക ടിന്നിന് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അപ്ഡേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നുമില്ല. ഇതിൽ തന്നെ കുറച്ചും കൂടി അഡ്വഞ്ചറായിട്ട് നിന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ ബൈക്ക് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പറയുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഇപ്പോൾ ഹിമാലയിൽ നിന്നൊക്കെ നമ്മൾ ഒരു അപ്ഡേഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് ടൈഗറും ആഫ്രിക്ക ടിന്നൊക്കെ നല്ല ഒരു ചോയ്സ് തന്നെയാണ്. പിന്നെ അതിന് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ഇപ്പോൾ ഫോളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എക്സ്പെൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു അപ്ഡേഷനാണ്. ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയും എല്ലാ കാര്യത്തിലും നല്ല അപ്ഡേഷനാണ്. ടൂറിംഗ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല 10,000 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തതാണ്. ടൂറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലതാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ എല്ലാവരും ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ അഡ്വഞ്ചറിലേക്കും വരുന്നുണ്ട്, എല്ലാവരും ടൂറിങ്ങിലേക്കും വരുന്നുണ്ട്. എല്ലാവരും നമ്മളെക്കുറിച്ച് ഇപ്പോൾ എവിടെ പോയാലും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് ചേട്ടാ എങ്ങനെ വണ്ടി എങ്ങനെയുണ്ട്. ഞാൻ എല്ലാവർക്കും നല്ല മെസ്സേജസ് തന്നെ കൊടുക്കാറില്ല. നമുക്ക് ടൈഗറിൻ്റെ ആണെങ്കിലും റിവ്യൂ എനിക്ക് പറയാൻ പറ്റും, ആഫ്രിക്ക ടിന്നിൻ്റെ എനിക്ക് പറയാൻ പറ്റും. നമ്മൾ 2-3 കമ്പയർ ചെയ്ത് ഞാൻ പറയാറുണ്ട്. ഓരോരുത്തരുടെ ചോയ്സാണ് എന്ത് സെലക്ട് ചെയ്യണം, എന്ത് വേണ്ടാന്ന് വെക്കണമെന്നൊക്കെ.